ഹലോ ഗായ്സ്, ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോൾ ട്രിവാൻഡ്രത്തും കൂടെ പോയിരുന്നു അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ പോപ്പുലർ ഫാം ഹൗസിലും കൂടെ പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങളിവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഈ തത്തേനെ കണ്ടു, പിന്നെ ഓന്ത്, ഇതിൻ്റെ കളറൊന്നും മാറില്ല കേട്ടോ. പിന്നെ ഈ ഒരു നാണൻകുണിയെ കണ്ടു. ഞങ്ങൾ എവിടെ ചെന്നാലും അവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ഞാനിപ്പോൾ കാണിച്ചതിനൊന്നും ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് തൊട്ട് ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ആമേനെയാണ്. പിന്നെ ആൾക്കാരുടെ കയ്യിലൊക്കെ കൊടുത്തു. പിന്നെ ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ പാമ്പിൻ്റെ സെക്ഷനിലോട്ട് പോയി. കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടു. പിന്നെ ഞങ്ങളിൽ ഏറ്റവും ആദ്യമേ എടുത്ത അക്കൂക്കാണ്. പിന്നെ എൻ്റെ കൈവെള്ളയിലോട്ട് വെച്ചെന്നു എൻ്റെ അടുത്ത് പറഞ്ഞു, മുറുക്ക പിടിക്കരുത്, പാമ്പ് കുത്തുവന്ന്. കയ്യിൽ വെച്ചത് തന്നതും പോരായിട്ട് ഞാൻ അതിനെ തോളത്തും കൂടി ഇട്ടു. വെറൈറ്റി അല്ലേ. പിന്നെ ഹാസിൻ്റെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഫാദിലേക്ക് കൊടുത്തു. ഒരു ദിവസം ഒരു പാമ്പിനെ വെച്ചാണ് കേട്ടോ അവർ തരാറ്. പക്ഷേ ഞങ്ങളതനുസരിക്കില്ലല്ലോ. ഞാനും ഫാദിൽ രണ്ടാമതും കൂടി കയറി വേറൊരു പാമ്പിനെ തൊട്ടു. ആ ചേട്ടൻ അതൊന്നും കണ്ടില്ല. പിന്നെ അവിടെ ചുറ്റിക്കറങ്ങി നിന്നപ്പോഴാണ് ഇത് ഓന്ത് പോലത്തെ ഏതൊരു സാധനവും, അതും പിന്നെ ഒരു കുഞ്ഞ് മൈസുണ്ട്, അതും കണ്ണു നോക്കിയിരിക്കും. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ എനിക്ക് തൊടാൻ വേണ്ടി തന്നു. അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നതാണ് മൈസ്. പിന്നെ ഇത് ഒട്ടകപ്പക്ഷി പോലെ ഇരിക്കും, പക്ഷേ ഒട്ടകപ്പക്ഷിയല്ല. ഇതെന്താ ഇങ്ങനെ ഇരിക്കുക വെച്ചാൽ ഇത് ഫുഡ് തലയോടെ ഇട്ടത് തിന്നുന്നു, അതുകൊണ്ടാട്ടോ. ഈ ആടിനെ തൊട്ടിട്ടും കൊഞ്ചിച്ചിട്ടൊന്നും ഈ ആട് ഭയങ്കര ബിസിയാണ്. ഈ ആടല്ല, ഇതേപോലത്തെ വേറെ ആടൊക്കെയുണ്ട്, അതും തിന്നുന്ന കരുതി ഭയങ്കര ബിസി. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മൃഗത്തെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര രസമാണ്. ദിയയും എടുത്തു. പിന്നെ ഈ കളറ് മാറാത്ത ഓന്തിനെ എടുത്തു. ഇതിനെ കയ്യിലിരിക്കുന്ന പൊരട്ടെൻ്റെ തലയിലും കൂടി ഇരിക്കണമെന്ന്. A few minutes later. ഇതിന് ദിയ തൊട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിന് തലേന്ന് എടുക്കാൻ നല്ല പാടായിരുന്നു. എൻ്റെ മുടിയും കൂടെ എടുത്താൽ പോയത്. പിന്നെ മൂന്നാമത് ഞങ്ങളവിടെ കയറി പാമ്പിനെ ഞങ്ങൾ വീണ്ടും തൊട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഈ കിടക്കുന്ന സാധനത്തിൻ്റെ പേരാണ് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക്. കിങ് ഇതേപോലെ വേറൊരു കിങ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. അതിൻ്റെ പേര് ആൽബിനോ ബ്രൂക്ക് കിങ് സ്നേക്ക് എന്നാണ്. അതിനെ കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഒരു ദിവസം ഒരെണ്ണത്തിന് വെച്ചാൽ തൊടുന്നത്. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ സാധനത്തിന് എന്ത് കിട്ടിയാലും കൊത്തും. ഫോർ എക്സാമ്പിൾ ഇത് ഞങ്ങൾ നേരത്തെ കാണിച്ചാൽ. പിന്നെ ഇതിൻ്റെ പോലത്തെ വേറെ റേറ്റും ഉണ്ട്. അതിന് നല്ല രസമായിരുന്നു, പക്ഷെ മുഖം കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ആടിൻ്റെ താടി കണ്ടിട്ട് ഫാദിൽ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കേൾക്കണോ? ഈ താടി അവനിക്ക് ആടിൻ്റെ താടി കണ്ടപ്പോൾ ജലസടിച്ച. അപ്പം ഞാൻ പറഞ്ഞു കട്ടിക്ക് വളരെ ഇതെന്തോ ഒരു മുയല. ഇതിൻ്റെ മുടി വെട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതെങ്ങാനും നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ ഉമ്മി പറഞ്ഞേനെ പോയി മുടി വെട്ടാൻ. പിന്നെ ആ മുയലിരുന്നതിൻ്റെ താഴെയായിട്ട് ഒരാളിരുന്ന് കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അത് റാബിറ്റിൻ്റെ ക്യാബേജ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടിലായിരുന്നു. അതിനെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇതിരുന്നപ്പോൾ വേറൊരെണ്ണം എൻ്റെ കയ്യിലോട്ട് പറന്നു വന്നു കേട്ടോ. എന്നിട്ട് മറ്റേനും ഓടിച്ചു വെച്ചിട്ട് അത് കയറിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതേപോലത്തെ വേറൊരെണ്ണം തീയ എടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ ഇരുന്നതല്ല കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു കഴിക്കുന്നത് കാണാൻ. ഒരു കിളീനെ ഓടിച്ചു വിട്ടിട്ടിരുന്ന് കഴിക്കുന്ന പ്രതിയാണിത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മസാജ് മീനിൻ്റെ അങ്ങോട്ട് കാലിടാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ എക്സ്പ്രഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഇതിങ്ങനെ കണ്ടാൽ തീരത്തൊന്നുമില്ല. 2x ഇട്ട് കാണിക്കാം. ഇതിൻ്റെ അകത്ത് കേട്ട ശബ്ദം ആരും ഒന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ അത് കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ഇക്കിളിന്നൊന്നും പറയാൻ പറ്റത്തില്ല, നല്ല ഇതായിരുന്നു. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒട്ടകം അവിടെ നിന്ന് ചവയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് 2 പട്ടീനെ കണ്ടു. പട്ടീനെ നമുക്ക് തൊടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തൊട്ടില്ല. പിന്നെ ഇതാണ് ടോക്സ്. ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതിനെയും തൊട്ടു. പിന്നെ ഈ കാണിക്കുന്ന ഈ മീനുണ്ടല്ലോ, ഇതിനെ കാണാൻ നല്ല രസമായിരുന്നെങ്കിലും എനിക്ക് ഫുഡ് കൊടുക്കാൻ പേടിയായിരുന്നു. നല്ല സുഖമുണ്ടോ? പേടി വന്നോ? ശരിയത്. 3 hours later. ഇപ്പം നിങ്ങളൊരു കാർച്ച കേട്ടില്ലേ? അതെ, അത് ഞാൻ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിനോടുള്ള വാശിക്ക് ഞാൻ അതുമായിട്ട് വഴക്കിട്ടു. കൈ മടക്കി വെക്കുമ്പോൾ ഫുഡ് വെച്ച് അതിങ്ങി വരും. എന്നിട്ട് ഞാൻ അതിനെ പറ്റിച്ചു. ഞാൻ തുറക്കത്തില്ല. പിന്നെ പോകാൻ നേരമായപ്പോൾ പട്ടീനെ നോക്കിയപ്പോൾ പട്ടിക്ക് ഭയങ്കര പട്ടിഷോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പ്ലാനറ്റോറിയത്തിൽ പോയി. ഈ പ്ലാൻ ഞങ്ങൾ പെട്ടെന്ന് എടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയ ഉടനെ 3D തിയേറ്ററിൽ കയറി. അവിടെ കയറിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എർത്തിൻ്റെയും സ്പേസിൻ്റെ അങ്ങനെ കുറേ തരത്തിൽ മോഡലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് കുത്തമ്പിനാറല്ല കേട്ടോ, റോക്കറ്റാണ്. ഈ റോക്കറ്റും
റോക്കറ്റിൻ്റെ മോഡലാണ്, അതും അതിൻ്റെ എൻജിനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ചന്ദ്രയാൻ 3യുടെ ബന്ധുവായിരിക്കും. പിന്നെ വേറെ സ്ഥലത്തോട്ട് നിന്നപ്പോൾ അവിടെ കുത്തണമെന്ന് പറഞ്ഞു. കുത്തിയപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാണും. പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വൈറസ് ആൻഡ് സെൽസൊക്കെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഇതെന്താണെന്ന് അറിയത്തില്ല, ഏതാണ്ടൊക്കെ കുത്തുമ്പോൾ ലൈറ്റൊക്കെ കാണാം, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ഇവിടെ കൈ വെക്കുമ്പോൾ മങ്കിയുടെ കൈ അനങ്ങുമായിരുന്നു. അപ്പുറത്തെ കൈ ആരോ തല്ലി ഒടിച്ചതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, അത് അനങ്ങുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് അവിടെ എനിക്കൊന്ന് പൈലറ്റിൻ്റെ പോലത്തെ സ്വിച്ചൊക്കെ ഇട്ട് കളിക്കുന്ന സാധനമാണ്. ഞാൻ സ്വിച്ചൊക്കെ ഇട്ട് ഞെക്കി കളിച്ചു, പക്ഷേ ഒരു രസം ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താ അറിയാം, ഇങ്ങനെ കുത്തി കളിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് കുറേ നേരത്തെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു എർത്തിൻ്റെ ഷേപ്പ് കാണിച്ചു. അതിൻ്റെ അകത്ത് ബിൽഡിങ്സ്, സാറ്റലൈറ്റ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചക്രവണ്ടി കണ്ടു. ഈ ചക്രവണ്ടിക്കകത്തായിരുന്നു പണ്ടത്തെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ എത്ര അവിടെ നിന്ന് ഇരുന്നിട്ട് ഓടിച്ചിട്ട് അത് മുന്നോട്ട് പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ സംഭവം അടിപൊളിയായിരുന്നു. ഇത് വലിയ സ്ക്രീനാണ്, ഈ വെള്ള കളറിൽ. ഇത് അവിടെ ഇങ്ങനെ കാണുമ്പോൾ ക്ലിയർ അല്ലെങ്കിൽ പോലും പക്ഷെ നല്ല രസമായിരുന്നു. ഞങ്ങൾ മൂണ്, സ്റ്റാർ, മെർക്കുറി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ ലാസ്റ്റായിട്ട് കണ്ട പരിപാടി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയും നേരം ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വാപ്പിയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സബ് ഫോർ മോർ വീഡിയോസ്. അടുത്ത വീഡിയോ ഇട്ട് വരുന്നേക്കും. ബൈ.